നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിയമം പറയട്ടെ, അല്ലെങ്കിൽ കോടതി പറയട്ടെ. നീതി നിയമം നോക്കുന്ന ഒരാൾക്കാര് ഇറങ്ങി പോടി ഇവിടുന്ന്. ഇറങ്ങിപ്പോടോ. നിങ്ങളിവിടെ നിൽക്ക്, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ശരി മേഡം. എന്താ മോളെ നീ ഈ സമയത്ത്? എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അനാമിക തന്ന കംപ്ലൈന്റാ. അനിയുടെയും അനാമികയുടെയും ഡിവോഴ്സ് കേസ് കോടതിയിൽ കിടക്കുക. ആ സമയത്ത് നിയമപരമായി ബന്ധം പിരിയാതെ അനിയുടെ നിശ്ചയം മറ്റൊരു പെൺകുട്ടിയുമായി നടത്തുന്നു എന്നാണ് കേസ്. അങ്ങനെ ഒരു കംപ്ലൈന്റ് എന്റെ മുന്നിലോട്ട് വന്നാൽ എനിക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. നന്ദു, മര്യാദയ്ക്ക് നീ നിന്റെ പാട് നോക്കി പൊക്കോണം. നന്ദി കെട്ട ഇവളുടെ പരാതി കിട്ടിയപ്പോ നീ അത് വലിച്ചു കയറി കളയണമായിരുന്നു. അല്ലാതെ അത് കിട്ടിയ പാടെ ഇങ്ങോട്ട് ഓടി വരാൻ പാടില്ലായിരുന്നു. അമ്മ എന്താ അമ്മ ഈ പറയുന്നേ? അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാലേ എനിക്ക് പിന്നെ SIയുടെ കസേരയിൽ ഇരിക്കാനൊന്നും പറ്റില്ല. മുത്തശ്ശന് നിയമം അറിയാലോ. ഇവിടെ പലർക്കും നിയമം അറിയില്ല SI സാറേ. താൻ മിണ്ടാതിരിക്കടോ. ഒരു പരാതി കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ വന്നത്, അല്ലാതെ തന്നോടുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല. കൃത്യസമയത്ത് തന്നെ ഇവള് പരാതി തന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ചില കളികൾ നടന്നിട്ടുണ്ട്. നീ ആയിരിക്കും പരാതി തരാൻ ഇവളോട് പറഞ്ഞത്. ഞാൻ ഒരിക്കലും അത്തരം നാണംകെട്ട പരിപാടികൾ ചെയ്യാറില്ല, നിങ്ങളെ നിങ്ങളുടെ മോനെയും പോലെ. പിന്നെ നീ ഈ സമയത്ത് തന്നെ വരാനുള്ള കാരണം എന്താ? നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് വരായിരുന്നല്ലോ. അത് പോരായിരുന്നോ മോളെ? പോരായിരുന്നു. അതിനു മുമ്പ് വന്നാലല്ലേ ഈ ചടങ്ങ് മുടക്കാൻ പറ്റത്തുള്ളൂ. അച്ഛാ, എന്തൊക്കെ സംഭവിച്ചാലും മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് മോതിരമാറ്റം നടത്തണം. മുത്തശ്ശന് കാര്യങ്ങൾ അറിയാലോ. ഞാൻ ഈ മോതിരമാറ്റം നടക്കുന്നതിന് മുൻപ് ഇവിടെ വന്നത് ഈ കുടുംബത്തിന്റെ അന്തസ് അറിയാവുന്നതുകൊണ്ടാ. ഞാൻ ഇവിടെ വരുന്നതിന് മുൻപേ ഇപ്പൊ എൻഗേജ്മെന്റ് നടന്നെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അടുത്ത കുടുംബ കോടതി കൂടുമ്പോഴേ ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് അനി സമാധാനം പറയേണ്ടി വരും. നന്ദു, നിയമം കുറച്ചൊക്കെ എനിക്കും അറിയാം. എങ്കിൽ പറ, ഡിവോഴ്സ് കിട്ടാതെ ഇതേപോലെ മോതിരമാറ്റം നടത്താൻ പറ്റുമോ? അച്ഛാ, ഇനി ആലോചിച്ച് നിൽക്കാതെ കുട്ടികളുടെ മോതിരമാറ്റം നടത്ത്. വേണ്ട. ഇത് കേസായ സ്ഥിതിക്ക് ഇനി അനിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ട് നിശ്ചയം നടത്തിയാൽ മതി. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? നന്ദു പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവന്റെ മോൾ ഒഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് അധികം ആളെ കൂട്ടാതെ നിശ്ചയം നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പൊ ഇവള് പോയി കംപ്ലൈന്റ് കൊടുത്തു. ഇനി നാളെ ഇത് കോടതി വരികയാണെങ്കിൽ അനിക്കത് ദോഷം ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അനിയുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ഇവൾ ഒഴിഞ്ഞു പോയതിനു ശേഷം കുട്ടികൾ ഒന്നിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയെങ്കിൽ നിശ്ചയമൊന്നും വേണ്ട, കല്യാണമായിട്ട് തന്നെ ചടങ്ങ് നടത്താം.
എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇനങ്ങളാ. ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. അതുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞത് തന്നെയാണ് നല്ലത്. എന്നാ പിന്നെ നേരത്തെ അതൊക്കെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിലേ ഇന്നീ ചെലവിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. ഇനി നീ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഞാൻ കുറച്ച് പൈസ അങ്ങ് മുടക്കും. നിന്നെയും നിന്റെ ഭാര്യയും മകളെയും നിന്റെ വീട്ടിലിട്ട് കത്തിക്കാൻ. പോടാ, പോറങ്ങി. ദേ മോള് കരയുന്നു നോക്ക്. മോള് വിഷമിക്കണ്ട. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ അനി മോളുടെ കഴുത്തിൽ താലി കെട്ടും. മോൾ ഈ വീട്ടില് മരുമകളായിട്ട് ഇവിടെ തന്നെ ജീവിക്കും. ഞാൻ ചടങ്ങ് നടത്തണ്ടെന്ന് പറഞ്ഞതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് സ്വാമിക്കറിയാലോ. മനസ്സിലായി. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദീപം കെട്ടു. അതത്ര ശുഭമായിട്ട് എനിക്ക് തോന്നിയില്ല. ആ, ഇപ്പോഴെന്തായി? നിശ്ചയം മുടക്കാനായിട്ട് ആളെത്തിയില്ലേ? എന്തിനാ നന്ദു നീ തക്ക സമയത്ത് വന്നത്? എന്തിനാ കനകേ ഇനി നന്ദുമോളോട് ദേഷ്യപ്പെടുന്നേ? മോള് വന്നത് എന്തിനാണെന്ന് പറഞ്ഞല്ലോ. ഇത് മുടങ്ങിയതിൽ അവന് സന്തോഷം തന്നെയാ. നാഴികയ്ക്ക് 40 വട്ടവും കനക പറയുമായിരുന്നല്ലോ ഇവൾ അനിയുടെയും അവന്തികയുടെയും ഇടയിലേക്ക് കയറി വരില്ലെന്ന്, ഇവരുടെ കല്യാണത്തിന് ഒരു തടസ്സമാവില്ലെന്ന്. എന്നിട്ട് ഇപ്പോഴെന്താ സംഭവിച്ചത്? നിർത്ത്. എന്താ സംഭവിച്ചതെന്ന് നീ അറിഞ്ഞതല്ലേ, കണ്ടതല്ലേ? പിന്നെന്തിനാ വെറുതെ ഒരു ചോദ്യം ചെയ്യല്? ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ഒരു പരാതി കിട്ടിയാൽ എവിടെയായാലും ഞാൻ പോകും. മുഖം നോക്കാതെ നടപടിയും എടുക്കും. നീ മുഖം നോക്കും. ഹ, എന്റെ മോനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നിനക്ക് വലിയ ആവേശമായിരുന്നല്ലോ. ഹ, അതുപോലെ നിനക്ക് ഇഷ്ടമില്ലാത്തവരുടെ മേൽ നടപടിയെടുക്കാൻ വലിയ താല്പര്യമോ നിനക്ക്? എനിക്ക് പ്രിയപ്പെട്ടവരായാലും അല്ലെങ്കിലും തെറ്റ് കണ്ടാൽ കണ്ണടച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല. മതി സംസാരിച്ചത്. നീ ഒന്ന് പോവാൻ നോക്ക്. ഗോവിന്ദ, ഇനി മോളെ ഒന്നും പറയണ്ട. ഇനി വിശദമായി ഒന്നുകൂടെ കുട്ടികളുടെ ജാതകമൊക്കെ പരിശോധിച്ചിട്ട് ഈ ബന്ധം നടത്തുന്നതായിരിക്കും ഉചിതം. ഞാൻ നേരത്തെ തന്നെ ചില സൂചനകൾ അമ്മയ്ക്ക് തന്നതാ. എന്റെ സ്വാമി, ആണും പെണ്ണും തമ്മിലുള്ള മനപ്പൊരുത്തമല്ലേ നമ്മൾ നോക്കേണ്ടത്? ആ മനപ്പൊരുത്തം ഉണ്ടോ രണ്ടാളും തമ്മിൽ? ഡാനി, നിശ്ചയമായിട്ട് നീ ഇതുവരെ റെഡിയായില്ലേ? നിശ്ചയം മുടങ്ങിയല്ലേ വല്യമ്മേ? നിശ്ചയം മുടങ്ങിയെന്നോ? എവിടെ മുടങ്ങി? ഡാ, നിശ്ചയത്തിന് എല്ലാവരും താഴെ എത്തിയിട്ടുണ്ട്. നയനയുടെ അച്ഛനും അമ്മയും വരെ വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നല്ലേ? നീ പെട്ടെന്ന് കുളിച്ച് റെഡിയാവാൻ നോക്കടാ. ഞാനേ അവന്തിക മോളെ ഒരുക്കാൻ പോവാ. ഞാൻ റെഡി. ആഹാ, കല്യാണ പയ്യൻ എത്തിയോ? ഏട്ടനും ഏട്ടത്തെയും കൂടെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് വരണം. എന്താ ചേട്ടാ? ഞാൻ അച്ഛനോടും വല്യച്ഛനോടൊക്കെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
നീ എന്തിനാ ഇന്നിങ്ങനെ സീരിയസ് ആവുന്നേ? സീരിയസ് ആയേ പറ്റൂ ഏട്ടാ. അനിയുടെ മട്ടും ഭാവവും കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ അനി. പന്തി ആവണമെങ്കിലേ എന്റെ മനസ്സിലുള്ളത് എല്ലാവരോടും എനിക്ക് തുറന്നു പറയണം. കുറെ ദിവസമായിട്ട് ഞാൻ എല്ലാം ഉള്ളിലൊതുക്കി നടക്കുക, എല്ലാം സഹിക്കുക. ഞാനും ഒരു മനുഷ്യനാണെന്ന ചിന്ത ഇവിടെ ആർക്കുമില്ല. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതും നിന്റെ എൻഗേജ്മെന്റ് ദിവസമായിട്ട്. നീയേ പോയി റെഡിയാവും നോക്ക്. റെഡി ആവായേട്ടാ. ആദ്യം ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് കേക്ക്. മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ പ്രസൻസിൽ വേണം എനിക്കത് പറയാൻ. ഒന്നുകിൽ അതിനുശേഷം എന്നെ ഇവിടെ നിർത്തും, അല്ലെങ്കിൽ പുറത്താക്കും. എന്തായാലും കുഴപ്പമില്ല. നീയേ വെറുതെ അവസാന നിമിഷം കലവിട്ട് ഉടയ്ക്കരുത്. കലവിട്ട് ഉടയ്ക്കാൻ ഇവിടെ ഉറിയടിയൊന്നുമല്ലല്ലോ നടക്കുന്നേ. ഏട്ടനെടുത്ത് അങ്ങോട്ടൊന്ന് വരാൻ നോക്ക്. ആദർശേട്ടാ, അവനെന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാ സംസാരിക്കുന്നത്. രാവിലെ അമ്മ ചായയായിട്ട് ചെന്നപ്പോ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു. നിശ്ചയം മുടങ്ങിയെന്നാ സ്വപ്നം കണ്ടത്. അവനൊട്ടും ഇഷ്ടമല്ല അവന്തികയായിട്ടുള്ള കല്യാണം. അതവൻ എത്ര തവണ പറഞ്ഞതാ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആദർശേട്ടാ? എന്റെ അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ആ വേണുവിന്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഡിവോഴ്സ് കിട്ടാതെ എങ്ങനെ നിശ്ചയം നടത്തുമെന്ന് അയാൾ ചോദിച്ചത്. അതിന് കോടതിയിൽ എന്തെങ്കിലും തലവേദന സൃഷ്ടിക്കുമെന്ന് എന്റെ പേടി. ഡിവോഴ്സ് കിട്ടിയിട്ട് നിശ്ചയം മതിയായിരുന്നു അല്ലേ? അതിനധികം ആരെ അറിയിച്ചിട്ടില്ലല്ലോ ഇന്ന് നിശ്ചയം നടക്കുന്ന കാര്യം. പിന്നെ ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സാർ, നീയൊക്കെ എന്തിനാ എന്നെ കാണാൻ വന്നേ? ഞങ്ങളോട് ദേഷ്യം വൈരാഗ്യമൊക്കെ ഉണ്ടെന്നറിയാം മാഡത്തിന്. ഞങ്ങളൊരു പരാതി തരാൻ വന്നതാണ്. അനിയുടെ കയ്യിൽ നിന്നും മാഡം നഷ്ടപരിഹാരം വാങ്ങിത്തരണം. മോളെ, മര്യാദയ്ക്ക് അനിക്ക് ഡിവോഴ്സ് കൊടുക്കടി. കൂടുതൽ അഭ്യാസമൊന്നും കോടതി കിടന്ന് കാണിക്കാതെ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണോന്ന്. നിനക്ക് എന്തിന്റെ പേരില നഷ്ടപരിഹാരം തരേണ്ടത്? അനിയെയും അവന്റെ വീട്ടുകാരെയും വേദനിപ്പിച്ചനോ? ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ല മാഡം. ജീവിക്കാൻ വേറെ മാർഗം ഇല്ലെങ്കിലേ മോളെയും ഭാര്യയും കൂട്ടി ഏതെങ്കിലും കടത്തന്നെ പോയി ഇരിക്കടോ. എന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ട്. ഇനി മാഡം ഞങ്ങൾ തല്ലിയാലേ ശരി. മാഡം ഞങ്ങളുടെ പരാതി സ്വീകരിക്കണം. എനിക്ക് പരാതി കിട്ടിയാൽ അതിന് നീയൊക്കെ എന്നല്ല ആര് പരാതിയായിട്ട് വന്നാലും ഞാൻ അതിന്റെ മേൽ ആക്ഷൻ എടുത്തിരിക്കും. പിന്നെ ഞങ്ങൾ വന്നത് വേറൊരു കാര്യം കൂടി പറയാനാണ്. മാഡത്തിനോട് വേറെ ചിലർക്കൊക്കെ താല്പര്യമുണ്ട്. താല്പര്യം എന്ന് പറഞ്ഞ? അതെ, മാഡത്തെ കല്യാണം കഴിക്കാൻ ചിലർക്കൊക്കെ താല്പര്യമുണ്ടെന്നാ പറഞ്ഞത്. മര്യാദയ്ക്ക് മോളെ വിളിച്ചോണ്ട് പോടോ. അയാൾ എന്റെ കല്യാണം നടത്താൻ വന്നിരിക്കുക. ഇവളെ കൊണ്ടുപോയിട്ടെ ഏതെങ്കിലും ഒരു ഭാഗ്യം കെട്ടവന്റെ തല കെട്ടിവെക്കാൻ നോക്ക്. എന്റെ ദല്ലാളാവാതെ പോടോ. വാ മോളെ. നിശ്ചയം മുടങ്ങിയല്ലേ മാഡം? ആ, മുടങ്ങും. എങ്ങനെ മുടങ്ങാതിരിക്കും? ആ പയ്യനല്ലേ മാഡത്തിന്റെ മനസ്സിലുള്ളത്. എന്താടോ ആലോചിക്കുന്നേ? ഒന്നുമില്ല മാഡം. നയനയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് നിനക്ക് പറയാനുള്ളത്?
ഏട്ടനും ഏട്ടത്തിയും കൂടെ വരട്ടെ. മുത്തശ്ശ, ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടിരുന്നു. ഈ നിശ്ചയം മുടങ്ങിയതായിട്ട്. ആ സ്വപ്നത്തിൽ നിന്നെ ഉണർത്തിയത് ചായയുമായി വന്ന വല്യമ്മയാ. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയാ നീ. ഇനിയിപ്പോ എനിക്കൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല മുത്തശ്ശ. അനാമികയുടെ ആലോചന വന്നപ്പോ ഞാനത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷേ ആദർശേട്ടനോട് ആ വിവരം പറയാൻ കുറച്ച് വൈകിപ്പോയി. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അന്ന് തൊട്ട് എനിക്ക് മനസ്സമാധാനം കിട്ടിയിട്ടില്ല, ഈ നിമിഷം വരെ. നിന്റെ സമാധാനം കളഞ്ഞത് നീ തന്നെയല്ലേ? അനാമികയും നീ തമ്മിൽ ഒന്നിക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ ഇനി ഞങ്ങൾ നിനക്ക് വ്യക്തമാക്കി തരണോ? ഒന്നും വ്യക്തമാക്കണ്ട മുത്തശ്ശ. അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും കോടതി കയറി. അനാമിക ലോകത്തോടെല്ലാം വിളിച്ചു പറഞ്ഞു ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ. പറഞ്ഞതിൽ കൂടുതലും കള്ളങ്ങളായിരുന്നു. അതവള് കെട്ടിച്ചമച്ച കഥകളാണെന്ന് പിന്നീട് എല്ലാരും അറിഞ്ഞില്ലേ മോനെ? അറിഞ്ഞു. എങ്കിലും അവള് ഞാനും തമ്മിലുള്ള ബന്ധം പിരിയുന്നതിന് മുമ്പ് വീണ്ടും എന്റെ നിശ്ചയം നടത്താൻ പോവുകയാണ്. അവിടെയാണ് എനിക്ക് ചില ചോദ്യങ്ങൾ എല്ലാവരോടും ചോദിക്കാനുള്ളത്. ആദർശേട്ടനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിനുശേഷം ഏട്ടനും ഏട്ടത്തെയും ഈ വീട് വിട്ടു പോയി. ആ നേരത്ത് എന്റെ വല്യച്ഛനുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. അവരെ ആരെയും MD കസേരയിൽ ഇരുത്താതെ എന്നോടിരിക്കാൻ മുത്തശ്ശൻ പറഞ്ഞു. ഞാനത് അനുസരിച്ചു. അതിനുശേഷം ആദർശേട്ടൻ വിജയിച്ച് മടങ്ങി വന്നപ്പോ ആ കസേര ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അത് ഞാൻ ഒഴിഞ്ഞു കൊടുത്തു, സന്തോഷത്തോടെ തന്നെ. അതെല്ലാം കഴിഞ്ഞപ്പോ ദേ ഇന്ന് അവന്തികയുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കണമെന്ന് എല്ലാരും കൂടെ എന്നോട് പറയുക. ശരിക്കും പറഞ്ഞ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് എല്ലാരും കൂടെ എന്നെ പന്ത് തട്ടുക. ഞാനൊരു കളിപ്പാവയാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർ ചരട് വലിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന വെറും ഒരു മരപ്പാവ. അനി, എന്റെ മുന്നിൽ നീ ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയ്. എന്റെ ഉള്ളിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശ. എനിക്ക് അവന്തിയെ എന്റെ ഭാര്യയായിട്ട് കാണാൻ ഒരിക്കലും പറ്റില്ല. എന്റെ ഉള്ളിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശ. എനിക്ക് അവന്തിയെ എന്റെ ഭാര്യയായിട്ട് കാണാൻ ഒരിക്കലും പറ്റില്ല. അവളെ ഞാൻ എന്റെ പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് പറഞ്ഞിട്ടും ഇവിടെ പലർക്കും അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താണ് വേണ്ടത്? ഈ നിശ്ചയം നടക്കാൻ പാടില്ല. എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം അവന്തിക മോൾ ഒരുങ്ങാനും തുടങ്ങി. നിശ്ചയത്തിന് ക്ഷണിച്ചവരൊക്കെ വരികയും ചെയ്തു. എന്നിട്ട് അവസാന നിമിഷം നീ കാലുമാറുകയാണോ? ഞാൻ കാലുമാറുകയൊന്നുമല്ല. എന്റെ സങ്കടമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ആദർശേട്ടന് നന്നായിട്ട് അറിയാം. മുത്തശ്ശ, എന്റെ ജീവിതത്തില് എനിക്ക് ഒരു പെൺകുട്ടിയോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. അനാമികയെ കല്യാണം കഴിക്കുന്ന സമയത്ത് പോലും ആ പെൺകുട്ടിയായിരുന്നു എന്റെ മനസ്സില്. ഇന്നും അവള് തന്നെയാ, നന്ദു. നന്ദുവിനെ അല്ലാതെ മറ്റു ഒരു പെൺകുട്ടിയും എനിക്ക് എന്റെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ താല്പര്യമില്ല.
നിനക്ക് വേണ്ടി ഞാൻ ഒരു ത്യാഗം ചെയ്യാം. പക്ഷെ ഒരു കാര്യം, ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും ശരി, നീ എന്റെ കൂടെ നിൽക്കണം. എന്നെ തള്ളി പറയരുത്. ഞാൻ ഈ പിള്ളേരെയും കൂട്ടി എങ്ങോട്ടുമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഈ വീട് വിട്ടു പോണം.